ബോംബെയിലെ സ്കൂൾ ജീവിതത്തെ പറ്റി പറയുകയാണെങ്കിൽ കുട്ടികൾ എനിക്ക് തോന്നുന്നു ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടെ നമ്മുടെ നാട്ടിൽ ഞാൻ പഠിച്ചിരുന്ന കാലത്തേനെക്കാട്ടിൽ കുറച്ചും കൂടെ നല്ല ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾ തന്നെയാണ്. കാരണം അവിടെ സമരം ഇല്ല, സ്കൂളിൽ സമരം അനുവദിച്ചിട്ടില്ല. അത് കാരണം കുട്ടികൾ നമ്മുടെ ശിക്ഷണത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കുമായിരുന്നു. ഞാൻ 10-16 വയസ്സ് ഉള്ള ആൺകുട്ടികളെ നിരവധി വർഷങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളുടെ താക്കീതുകൾ പാലിക്കാനും അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പാലിച്ചു കൊണ്ടുപോകുന്ന കുഞ്ഞുങ്ങളാണ്. പിന്നെ അധികവും മാതാപിതാക്കൾ താഴ്ന്ന ജോലി ചെയ്യുന്നവരെ, അതായത് പലതരം ജോലികൾ ചെയ്യുന്ന മാതാപിതാക്കൾക്ക് അവരുടെ കുഞ്ഞുങ്ങളെ വേണ്ട രീതിയിൽ ഇരുത്തി പഠിപ്പിക്കാനോ ശ്രദ്ധിക്കാനോ സാധിച്ചിട്ടില്ലെങ്കിലും അങ്ങനെയുള്ള പിള്ളേരെ എല്ലാം നമ്മൾ പറയുന്നതനുസരിച്ച് പിള്ളേരെ ഒതുങ്ങി നിൽക്കുകയും നല്ല ജീവിതത്തിൽ ശ്രമം കൈവരിക്കും. എനിക്ക് അവിടെ നിന്ന് മനസ്സിലായ ഒരു പ്രധാന കാര്യം, ഫുൾ ടൈം മാതാപിതാക്കൾ കൂടിരുന്ന് പഠിപ്പിച്ച് എല്ലാ ജീവിത സൗകര്യങ്ങളും ഒത്താലേ ഉയർന്ന നിലയിലെത്തൂ എന്നുള്ള ധാരണ വളരെയധികം തിരുത്തപ്പെട്ടു. കാരണം ചെറിയ ചെറിയ വീടുകളിലാണ് അവിടെ ഉള്ള താഴ്ന്ന വരുമാനക്കാർ ഒരു റൂമിലൊക്കെ നിരവധി കുട്ടികൾ അല്ലെങ്കിൽ മാതാപിതാക്കളും ഒക്കെ താമസിക്കുന്ന 1-2 റൂമുകളുള്ള ചെറിയ വീടുകളിൽ നിന്ന് പോലും പിള്ളേർ പഠിച്ചിട്ട് നല്ല ഉന്നത വിജയം കൈവരിക്കാനും അവരെ ഇന്ന് നല്ല പദവിയിൽ എൻജിനീയേഴ്സും ഡോക്ടേഴ്സും ഒക്കെ ഉള്ള പോലുള്ള ജോലിയുള്ള പിള്ളേരെ അതിൽ നിന്ന് അങ്ങനെയുള്ള ലെവലിൽ നിന്നുള്ള കുട്ടികൾ മുന്നോട്ട് വന്നിട്ടുള്ളത് വളരെ വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ആ കുട്ടികൾക്ക് ഇന്നും അവരുടെ ടീച്ചേഴ്സിനെ കാണുമ്പോൾ ഉള്ള ബഹുമാനം നമുക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. അത് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. പിള്ളേർ വഴിയിൽ നിന്ന് കാണുമ്പോൾ പോലും വലിയ വലിയ ആണുങ്ങളാണ്, ഇത് ആരാന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ പിള്ളേർ ഓടി വന്ന് നമുക്ക് നമസ്കാരം പറയുകയും ടീച്ചേഴ്സിനെ പരിചയപ്പെടുകയും വളരെ ഭയഭക്തിയോടുകൂടിയാണ് അവർ ആ ദിവസങ്ങളെ ഓർക്കുന്ന. ആ കാര്യത്തിൽ ബോംബെയിലെ സ്കൂൾ ജീവിതത്തിൻ്റെ എടുത്തു പറയത്തക്ക ഒരു നേട്ടമായിട്ടാണ് ഞാനത് കാണാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു.